Hello students, welcome to this channel. So first of all, we are going to discuss the topic about ordinary differential equation. So in this ordinary differential equation, first we are going to see the introduction. So നേരത്തെ തന്നെ നമ്മൾ ഇതിൻ്റെ വീഡിയോസ്, അതായത് ഒരു 3-4 വീഡിയോസ് ഈ പ്ലേലിസ്റ്റിനകത്ത് നേരത്തെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇൻട്രൊഡക്ഷൻ വേണം എന്ന് പറഞ്ഞത് കാരണം ഞാൻ കുട്ടികൾക്കായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടും കൂടി ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് വാട്ട് ഈസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ഇറ്റ് കണ്ടെയ്ൻസ് ഡെറിവേറ്റീവ്സ്. Differential equation contains derivatives of higher orders, maybe d square y by dx square or d cube y by dx cube, whatever it is. For example, suppose let me consider a equation like this: dy by dx minus y is equal to 0. Is it a differential equation? Yes, it is a differential equation. അതിൽ നമ്മൾ y is an independent variable. ഇതിൽ രണ്ട് വേരിയബിൾസ് വരുന്നുണ്ട്. One is x and another one is y. നമ്മളിവിടെ രണ്ട് വേരിയബിൾസ് എടുക്കുന്നുണ്ട്. ഒരെണ്ണം x, മറ്റൊന്ന് y. So in this, x is an independent variable. So x is an independent variable. അതുപോലെ തന്നെ ഇതിൽ y എന്താണ്? y എന്ന് പറയുന്നത് dy by dx, അതായത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് വൈയുടെ ആൻസർ വരുന്നത്. That means y is depending on x, which means that y is the depending variable. Here we are considering two variables. One is the independent variable and y is the dependent variable. So y is depending on x. ഇപ്പോൾ ഇത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സോ ഇതിലെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ദിസ് ഈസ് dy by dx എന്ന് പറയുന്നത് വാട്ട് ഇസ് ദാറ്റ്? ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ്. സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യുവാണ്. Now, what is a differential equation? അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇക്വേഷനിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും കാണും. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ഏതാണ്? എക്സ് ആണ്. അതുപോലെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസും കാണും. അതിൽ മിനിമം അറ്റ്ലീസ്റ്റ് ഒരു ഡെറിവേറ്റീവ് എങ്കിലും കാണും. അത് മാത്രമല്ല, അത് ചിലപ്പോൾ ഓർഡിനറി ഡെറിവേറ്റീവ്, സംടൈംസ് ഇറ്റ് മേ ബി ഓർഡിനറി ഡെറിവേറ്റീവ്, അല്ലെങ്കിൽ സംടൈംസ് അതൊരു പാർഷ്യൽ ഡെറിവേറ്റീവ്. സംടൈംസ് ഇറ്റ് മേ ബി ആൻ ഓർഡിനറി derivative or a partial derivative. So now here comes what is the meaning of ordinary derivative and partial derivative. So here നമ്മൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഫോർ എക്സാമ്പിൾ സപ്പോസ് ഇതും ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെയാണ്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഇത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ? യെസ്, ഇറ്റ് ഈസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ നമുക്ക് ഇങ്ങനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് പലതും നമുക്കിങ്ങനെ കൺസിഡർ ചെയ്യാം. ഇതിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും ഉണ്ടാവും, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസും ഉണ്ടാവും. സോ ഹിയർ കംസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കാറ്റഗറി. സോ ഫോർ ദാറ്റ്, ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. നമുക്കറിയാം, സപ്പോസ് വെൻ വി കൺസിഡർ എ ഫ്രൂട്ട്, നമ്മളിപ്പോൾ ഒരു ഫ്രൂട്ട്സ് ആണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ അങ്ങനെ വെച്ചിരിക്കുവാണെങ്കിൽ കുറേ ദിവസം കഴിയുമ്പോൾ അത് എന്തായിപ്പോവും? ആ ഫ്രൂട്ട് അവിടെ ഇരുന്നിട്ട് അത് ഡീക്കേ ആയി തുടങ്ങും. ആ സബ്സ്റ്റൻസ് അവിടെ ഇരുന്ന് തന്നെ അത് ചീത്തയായി തുടങ്ങും. അങ്ങനെ ആവുമ്പോൾ അത് ഡീക്കേ ആയി തുടങ്ങുമ്പോൾ തന്നെ അതിൽ നിന്ന് ഒരു റോട്ടൻ സ്മെല്ല് വരാൻ തുടങ്ങും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഫുഡ് പിന്നെ അതിൻ്റെ കളേഴ്സൊക്കെ മാറി അത് വേറൊരു രൂപത്തിലായിരിക്കും നമുക്ക് ഉണ്ടാവുക. സോ ആഫ്റ്റർ ദാറ്റ് വി വിൽ നോട്ട് ബി ഏബിൾ ടു യൂസ് ദാറ്റ് ഫ്രൂട്ട്. സോ വി വിൽ ബി ത്രോയിങ് ദാറ്റ് ഫ്രൂട്ട്. ദാറ്റ് ഈസ് ഹാപ്പനിങ് ഹിയർ. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഡീക്കേ സബ്സ്റ്റൻസ് വരുമ്പോൾ നമുക്ക് അതിനെ പറയുന്നത് ദ റേറ്റ് ഓഫ് ചേഞ്ച്, അതായത് സമയം കൂടും തോറും സമയം കൂടിക്കൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് ആ സബ്സ്റ്റൻസ് എന്താവും? അതിങ്ങനെ കൂടുന്തോറും അത് ആ സമയം കൂടുന്തോറും ദാറ്റ് മീൻസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്. അപ്പോൾ അതിനെ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്, അതിനെയാണ് നമ്മൾ പറയുന്നത് dy by dx. dy by dx എന്ന് പറഞ്ഞാൽ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x എന്നാണ് നമ്മൾ എടുക്കുന്നത്. dy by dx മീൻസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x.
അപ്പോൾ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ക്വാണ്ടിറ്റി ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്. ആ ക്വാണ്ടിറ്റി സബ്സ്റ്റൻസിനെ നമുക്കിപ്പോൾ സപ്പോസ് വൈ എന്നാണ് എടുക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ക്വാണ്ടിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ്. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി വന്നാൽ നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് ഒരു കോൺസ്റ്റൻറ്റ് നമ്മളിവിടെ കൺസിഡർ ചെയ്യും. സോ ദാറ്റ് മീൻസ് ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എം ഇൻറ്റു വൈ എന്ന് നമ്മൾ എഴുതാറുണ്ട്. അപ്പോൾ മൈനസ് എം ഇൻറ്റു വൈ എന്തുകൊണ്ട് നമ്മൾ മൈനസ് കൊടുക്കുന്നു? ദാറ്റ് മീൻസ് ദ ക്വാണ്ടിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ്, അതായത് വൈ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. ടൈം റെഡ്യൂസ് ആവും തോറും, അതായത് ടൈം ഇൻക്രീസ് ആവും തോറും ആ ക്വാണ്ടിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ബിക്കംസ് ഡീക്കേഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ദ ടൈം ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ ഫോർ എക്സാമ്പിൾ ഇവിടെ വൈ ഓഫ് എക്സ് ആണ്. എക്സ് നമുക്ക് ടൈം ആയിട്ട് എടുക്കാം. സോ ദെയർഫോർ വൈ ഓഫ് എക്സ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എം ഇൻറ്റു വൈ. എന്തിനാണ് നമ്മൾ നെഗറ്റീവ് ഇത് കൊടുക്കുന്നത്? അതായത് ആ ക്വാണ്ടിറ്റി ഡീക്കേ ആവുന്നുണ്ട്. അതായത് ആ ഫുഡ് എന്താണ് നമ്മൾ മാത്തമാറ്റിക്കലി പറയുമ്പോൾ ഇറ്റ് ഗെറ്റ്സ് റെഡ്യൂസ്ഡ്. അപ്പം നമ്മൾ ഇവിടെ എടുക്കുന്ന ആ എം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷനാലിറ്റി. ആ നെഗറ്റീവ് സൈൻ എന്ന് പറയുന്നത് വാട്ട് ഇറ്റ് ഇൻഡിക്കേറ്റ്സ്? ദ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് റിമൈനിങ് ഡിക്രീസസ് ആസ് ടൈം ഇൻക്രീസസ്. അതുകൊണ്ടാണ് ദ ക്വാണ്ടിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് റിമൈനിങ് ഡിക്രീസസ് ആസ് ദ ടൈം ഇൻക്രീസസ്. ടൈം ഇൻക്രീസ് ആവും തോറും ആ ക്വാണ്ടിറ്റി എന്തായി പോവും? ഡിക്രീസ് ആയി പോവും. അതിനെയാണ് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് എം ഇൻറ്റു വൈ. ഇപ്പം നമുക്കത് എന്ത് തന്നെ ആയിക്കോട്ടെ, അത് എന്താണെങ്കിലും ശരി, നമുക്കത് എങ്ങനെ എടുക്കാം? ഇറ്റ് ക്യാൻ ബി റീറിട്ടൺ. സോ ദിസ് ഈസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഐ ക്യാൻ റീറൈറ്റ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആസ്, ഫോർ എക്സാമ്പിൾ, ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് എം ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു 0. അത് എന്ത് തന്നെ ആയിക്കോട്ടെ. Now this is a differential equation which I can give a solution for this. അപ്പോൾ ഇത് നമുക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. We can find a solution of y in terms of x. We can find a solution. So for that we have to do some methodologies. ആ methodologies എന്തൊക്കെയാണ്? What are the methodologies? That all the methods you will be learning in this module. So here in this we are considering whatever type of differential equation, maybe first derivative or maybe second derivative, whatever it is, we can solve it and find a solution for this differential equation. So in the mathematical conversion, normal life situation is converted into a mathematical method, that means a differential equation method, and we find solution for this methodology. So what is a differential equation? An equation involves independent variables, also dependent variables, and also minimum at least one derivative also should be there, such that it may be an ordinary derivative or a partial derivative. Now here comes, there is what is ordinary derivative and what is partial derivative. So now here let me take a fresh page. See, നമ്മൾ ഇപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് സപ്പോസ് വെൻ വി കൺസിഡർ എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സോ ദേ ആർ മെൻഷനിങ് ദാറ്റ്, അതിലവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് മെൻഷൻഡ് ആസ് ഇറ്റ് ഈസ് 2 types. One is, what are the 2 types they are mentioning here? One is ordinary differential equation and another one is partial differential equation. So ordinary differential equation എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്, അതായത് ഇവിടെ വരുന്ന നൊട്ടേഷൻ എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് ഓർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എക്സെട്ര. ദിസ് ഇസ് ദ മെത്തഡ്. ഇൻ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ we know that we are not using d, we use dou. Dou is the symbol of partial differentiation. That means dou z by dou x, dou square z by dou x square, and similarly dou square z by dou x dou y. These are the methodologies we are using in partial differential equation. This one you have learned in your first semester. You have learned in your first semester second module you have learned about partial differential equation. Now again, higher order partial differential equation you will be learning in the third sem. In your third sem also you will be learning more about partial differential equation. So now here in this chapter
That means your module 3, here you are going to learn ordinary differential equation and its higher orders. ഇതിൻ്റെ higher orders ഒക്കെയാണ് നമ്മൾ ഈ മോഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. സോ തേർഡ് മോഡ്യൂൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 2 മെത്തഡോളജീസ് വരുന്നുണ്ട്. അതിനു മുന്നേ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് നമുക്ക് ഇവിടെ 2 ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് തന്നെയുണ്ട്. അതായത് ഒന്ന് ഓർഡിനറി, ഒന്ന് പാർഷ്യൽ. ഇനി അതിൽ തന്നെ ഇനിയും ഒരു കാറ്റഗറി വരുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് മേ ബി ലീനിയർ അല്ലെങ്കിൽ നോൺ ലീനിയർ എന്ന് 2 കാറ്റഗറി വരുന്നുണ്ട്. അപ്പോൾ ലീനിയർ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് അതും കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്താലും അതിൻ്റെ പവർ ഓഫ് ഡെറിവേറ്റീവ്സ്, അതായത് power of the derivatives and dependent variables are either 0 or 1. അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്ന ഡെറിവേറ്റീവ്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് എടുക്കുന്നത്. dy/dx പ്ലസ് k ഇൻറ്റു y ഇസ് ഈക്വൽ ടു 0. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഫസ്റ്റ് ഡെറിവേറ്റീവ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പവർ എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. അതുപോലെ തന്നെ ഇതിലുള്ള വേരിയബിൾസിൻ്റെ പവറും കൂടി നോക്കുക. വേരിയബിൾസിൻ്റെ പവറും എന്താണ്, 1 തന്നെയാണ്. അപ്പോൾ ഇതിലെ വേരിയബിൾസ്, അതായത് പവർ ഓഫ് ദ ഡെറിവേറ്റീവ്സ് ആൻഡ് ദ ഡിപ്പെൻഡിങ് വേരിയബിൾസും, അതിനകത്ത് വരുന്ന ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ പവർ, വൈയുടെ പവറും കൂടി നോക്കണം. ഇതിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് എക്സ് ആണ്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സ് ആണ്. അതുപോലെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഇതിൽ വൈ ആണ്. അപ്പോൾ നമുക്ക് ഇതിലെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്താണോ ആ വേരിയബിളിൻ്റെ പവറും കൂടി നോക്കണം. പവർ ഓഫ് ദ ഡെറിവേറ്റീവ്സ്, വാട്ട് ഇസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നാലും അതിൻ്റെ പവർ നോക്കുമ്പോൾ പവർ 1ഓ 0ഓ ആയിരിക്കും. അതുപോലെ അതിലെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ പവറും 1ഓ 0ഓ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇതും ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എഴുതുവാണ്. അതായത് d²y/dt² ഇസ് ഈക്വൽ ടു c² ഇൻറ്റു d²y/dx². ഇപ്പോൾ ഇത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അത് മാത്രമല്ല ദിസ് ഇസ് സെക്കൻഡ് ഓർഡർ. ദിസ് ഇസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇങ്ങനത്തെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പവർ നോക്കുക. ഇതിൻ്റെ പവർ എത്രയാണ്, ഇതിൻ്റെ പവർ 1 ആണ്. അതുപോലെ c² വരുന്നുണ്ട്. c² നമുക്കൊരു വിഷയമല്ല, കാരണം c² എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ ബാക്കിയുള്ളത് നോക്കുക. d²/dx², ഇതിൻ്റെ പവർ എന്താണ്, 1 തന്നെയാണ്. സോ ദെയർഫോർ ദിസ് ഈസ് എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഇക്വേഷൻസ് ഒക്കെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഇനി അപ്പം നോൺ ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, സപ്പോസ് ഇതേ ഇക്വേഷനെ തന്നെ ഇങ്ങനെ dy/dx ദ ഹോൾ സ്ക്വയർ വരുവാണ്. ഹോൾ സ്ക്വയർ പ്ലസ് k ഇൻറ്റു y ഈക്വൽ ടു 0. ഇത് തന്നാൽ ഇത് ലീനിയർ ആണോ, ഇല്ല. കാരണം ഇവിടെ പവർ 2 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് കമ്മിങ് അണ്ടർ നോൺ ലീനിയർ കാറ്റഗറി. അതുപോലെ ഇപ്പം നോൺ ലീനിയറിന് ഇനി ഒരെണ്ണം തരാം. d²y/dx² പ്ലസ് y³ ഈക്വൽ ടു x. ഇങ്ങനെ തന്നാൽ ഇതിൻ്റെ പവർ, ഈ ഇക്വേഷനിലെ പവർ നോക്കുമ്പോൾ ഇതിൻ്റെ പവർ എത്രയാണ്, 1 തന്നെയാണ്. ബട്ട് ഇവിടുത്തെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഏതാണ്, y ഇസ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അതിൻ്റെ പവർ നോക്കുമ്പോൾ എത്രയാണ്, 3 ആണ്. സോ ദെയർഫോർ ദിസ് ഈസ് കമ്മിങ് അണ്ടർ നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതുപോലെ തന്നെ ഇപ്പോൾ d²y/dx² മൈനസ് എന്താണ് y raised to
5 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇങ്ങനെയൊക്കെ തന്നാൽ, ഇപ്പോൾ സപ്പോസ് ദിസ് ഇസ് ഈക്വൽ ടു 0 ഇതൊക്കെ തന്നാൽ എന്തായിരിക്കും? ഇതും നോൺ ലീനിയർ ആണോ? അതെ, ദിസ് ഈസ് ഓൾസോ എ നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അങ്ങനെ നമ്മുടെ നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അപ്പോൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ കൺസിഡർ ആണ് നമ്മൾ ഈ മോഡ്യൂളിൽ പഠിക്കുന്നത്. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, രണ്ടാമത്തത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമുക്ക് പാർഷ്യൽ ഇവിടെ പഠിക്കേണ്ട, കാരണം പാർഷ്യൽ നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചു, ഇനി നമുക്ക് തേർഡ് സെമ്മിലേ പഠിക്കാനുള്ളൂ. നൗ ഈ മോഡ്യൂളിൽ നിങ്ങൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമ്മൾ മെയിനായിട്ട് ലീനിയർ ആൻഡ് നോൺ ലീനിയർ ആണ് ഇവിടെ നോക്കുന്നത്. അപ്പം ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദാറ്റ്? ഇഫ് ദ പവർ ഓഫ് ദ ഡെറിവേറ്റീവ്സ്, വാട്ട് എവർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ് ഗിവൻ ദർ, ഇഫ് ദ പവർ ഓഫ് ദ ഡെറിവേറ്റീവ്സ് ആൻഡ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ഓർ either 0 or 1 means it is called as linear differential equation, and otherwise it is known as non-linear differential equation. So ഇത് രണ്ടും കഴിഞ്ഞു. ഇനി നമുക്ക് ജനറൽ ഫോം, അതായത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്താണെന്ന് നോക്കാം. അപ്പം നമുക്ക് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്താണെന്ന് നോക്കാം. സോ ഇപ്പോൾ ഞാനിങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതിയല്ലോ. ഇപ്പോൾ ഇതിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് n ടേംസിനാണെങ്കിൽ എങ്ങനെ എഴുതാം? നമുക്ക് എ നോട്ട് ഇൻറ്റു ഡി റൈസ് ടു എൻ വൈ ബൈ ഡി എക്സ് റൈസ് ടു എൻ പ്ലസ് എ വൺ ഇൻറ്റു ഡി റൈസ് ടു എൻ മൈനസ് 1 വൈ ബൈ ഡി എക്സ് റൈസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്രാ പ്ലസ് എ എൻ ഇൻറ്റു വൈ ഈക്വൽ ടു സം ആർ ഓഫ് എക്സ് എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ഇത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. എന്താണ് നമ്മളിവിടെ ഫുള്ളും ഡീൽ ചെയ്യാൻ പോകുന്നത്? ഫുള്ളും, അതായത് ഇതിൽ ഈ മോഡ്യൂൾ ഫുള്ളും നമ്മൾ പഠിക്കാൻ പോകുന്നത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതായത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ ഒന്നും തന്നെ പവേഴ്സ് ഉണ്ടാവില്ല. എല്ലാത്തിൻ്റെ പവേഴ്സും എന്തായിരിക്കും? 1 അല്ലെങ്കിൽ 0 ആയിരിക്കും. ഇതിൻ്റെ പവർ 1 ആണ്. ഇവിടെ y റൈസ് ടു പവർ എത്രയാണ്? 1 ആണ്. അപ്പോൾ 1ഓ 0യോ വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ കാൽക്കുലേഷൻസ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ചുരുക്കം പറഞ്ഞാൽ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോണത് ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ ഫോർമാറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ജനറൽ ടേം എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? എ നോട്ട് ഇൻറ്റു ഡി റൈസ് ടു എൻ വൈ ബൈ ഡി എക്സ് റൈസ് ടു എൻ പ്ലസ് എ വൺ ഇൻറ്റു ഡി റൈസ് ടു എൻ മൈനസ് 1 വൈ ബൈ ഡി എക്സ് റൈസ് ടു എൻ മൈനസ് 1 എക്സെട്രാ പ്ലസ് എ എൻ ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു ആർ ഓഫ് എക്സ്. ആർ ഓഫ് എക്സ് എന്നോ നമുക്കല്ലെങ്കിൽ എന്താണ് ജി ഓഫ് എക്സ് എന്നോ എന്ത് ഫംഗ്ഷൻ വേണമെങ്കിലും നമുക്കിവിടെ ഇട്ട് കൊടുക്കാം. ജി ഓഫ് എക്സ് എന്ന ഏത് ഫംഗ്ഷൻ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇതിൽ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്, അതിൽ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ചിലപ്പോൾ കോൺസ്റ്റൻറ്റ്, സംടൈംസ് ഇറ്റ് ക്യാൻ ബി കോൺസ്റ്റൻറ്റ്. ജി ഓഫ് എക്സ് സംടൈംസ് മേ ബി കോൺസ്റ്റൻറ്റ് ഓർ മേ ബി സംടൈംസ് ഫങ്ഷൻസ് ഓർ മേ ബി പോളിനോമിയൽസ്, എന്ത് വേണമെങ്കിലും നമുക്കവിടെ വരാം. അപ്പോൾ എന്ത് തന്നെ ആയാലും നമുക്കതിൻ്റെ കാൽക്കുലേഷൻസ് മുഴുവനും ചെയ്യാൻ അറിയണം. അതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ഇനി ഇതിനകത്ത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് നമ്മളിപ്പോൾ നോക്കിയത് ജനറൽ ഫോം ഓഫ് എ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഇത് നോക്കി. ഇനി നമുക്ക് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ തന്നെ ഇതേ ഇക്വേഷനെ നമുക്ക് ഇനിയും രണ്ടായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇൻ 2 കാറ്റഗറി. ഒരെണ്ണം ആദ്യത്തെ എന്ന് പറയുന്നത് ഹോമോജീനിയസ്. The first category is homogeneous and second one is non-homogeneous. അപ്പോൾ ഈ homogeneous and non-homogeneous എന്താണ്? What do you mean by homogeneous and non-homogeneous? അപ്പോൾ നമ്മൾ ഇവിടെ ഡീൽ ചെയ്യുന്നത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ലീനിയർ കാറ്റഗറിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിച്ച് ഹാസ് 2 types of equations. One is homogeneous linear ordinary differential equation and another one is non-homogeneous linear ordinary differential equation. അപ്പോൾ ഈ homogeneous എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എടുക്കുന്ന g of x എന്താണ്? കോൺസ്റ്റൻ്റ് ആയിരിക്കാം, ഓർ സംടൈംസ് ഫങ്ഷൻ ആയിരിക്കാം, ഓർ സംടൈംസ് പോളിനോമിയൽ ആയിരിക്കാം, എന്ത് വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞു. ആ g of x എന്ന് പറയുന്നത്, if g of x എന്ന് പറയുന്നത്
ഈക്വൽ ടു 0 ആണെങ്കിൽ, അതായത് RHS 0 ആണെങ്കിൽ, ഏതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരുമ്പോൾ അതിൽ RHS 0 ആണെങ്കിൽ, RHS is 0, that means g of x is equal to 0, then it is known as homogeneous linear ordinary differential equation. അപ്പോൾ നോൺ ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? That means if g of x is not equal to 0, that means if the RHS is not equal to 0, suppose, see, this is a differential equation, we are considering the general format. In this general format, it is equal to g of x we are considering here. If this g of x is equal to 0, at the place of replacing this is equal to 0 means we say that it is homogeneous linear ordinary differential equation, and if it is not equal to 0, then we say that it is non-homogeneous linear ordinary differential equation. For example, suppose ഇങ്ങനെ ഒരു equation d square y by dx square minus 2 into dy by dx plus y is equal to 0 means ഇതിൻ്റെ പവർ നോക്കിക്കേ, ഇതിൻ്റെ എല്ലാത്തിൻ്റെ പവർ എന്താണ്? 1 തന്നെയാണ്. dy by dxൻ്റെ പവർ 1, yക്ക് പവർ 1. അപ്പോൾ ഇത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. Is it a differential equation? Yes, it is a differential equation. That means dy by dx. It contains first derivative, second derivative, and also this is linear ordinary differential equation. And one more condition, this is equal to 0. If it is equal to 0, then it comes under the category of homogeneous linear ordinary differential equation. Now, suppose the same equation, if it is like this, d square y by dx square minus 2 into dy by dx is plus y is equal to some function sin x എന്നാണ് തരുന്നതെങ്കിൽ, this is called as non-homogeneous linear ordinary differential equation. So ഇതിൽ ഫംഗ്ഷൻ ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ഹോമോജീനിയസ് കാറ്റഗറിയിൽ വരും. നോൺ ഹോമോജീനിയസ് ആണെങ്കിൽ അത് എന്താണ്? ഇതിൽ r(x) അല്ലെങ്കിൽ g(x) എന്ന ഫംഗ്ഷൻ ഈക്വൽ ടു എന്തായിരിക്കും? സം ഫംഗ്ഷൻ ആയിരിക്കാം. ചിലപ്പോൾ sin x എഴുതാം, അല്ലെങ്കിൽ സംടൈംസ് ഇപ്പോൾ sin x ന് പകരം വേണമെങ്കിൽ ഇങ്ങനെയും തരാം. സംടൈംസ് sin x ന് പകരം നിങ്ങൾക്ക് e റൈസ് ടു എക്സ് തരാം, e റൈസ് ടു എക്സ് തരാം, സൈൻ എക്സ് തരാം, അതുപോലെ എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ്, ഇങ്ങനെ ഏത് വേണമെങ്കിലും ഇവിടെ വന്നാൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? എന്താണ്? നോൺ ഹോമോജീനിയസ്. ഇത് നോൺ ഹോമോജീനിയസ് ആണ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, ലീനിയർ ആണ്, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർത്തു വച്ചിരിക്കുക. ഇനി നമുക്കിതിൻ്റെ സൊല്യൂഷൻസ് കണ്ടെത്താം, അതായത് ടു ഫൈൻഡ് ദ സൊല്യൂഷൻസ്. അപ്പം നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് to find the solutions of linear ordinary differential equation. അപ്പോൾ നമുക്ക് ഇതിലും സൊല്യൂഷൻ വരുന്നത് രണ്ട് കാറ്റഗറി ആയിട്ടാണ്. ഒന്ന് ഹോമോജീനിയസിൻ്റെ സൊല്യൂഷൻ, രണ്ടാമത് സെക്കൻഡ് കാറ്റഗറി is നോൺ ഹോമോജീനിയസ്. സോ ടു ഫൈൻഡ് ദ സൊല്യൂഷൻസ് ഓഫ് ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ we are also having the solution methodology to be. അപ്പോൾ നമുക്കിവിടെ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിങ്ങനെ പറയാം. ദാറ്റ് മീൻസ് y is equal to the solution എന്താണെന്ന് ഞാൻ പറയാം. What is the solution? അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പെർട്ടിക്കുലർ ഇൻറ്റഗ്രൽ. ഐ വിൽ കം ടു ദാറ്റ് വാട്ട് ഇസ് ദിസ് എന്നുള്ളത്. സോ y ഈസ് ഈക്വൽ ടു yc. യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ് ഓൾസോ, ഓർ അതർവൈസ് y ഈക്വൽ ടു yc പ്ലസ് yp എന്നും നമുക്ക് പറയാവുന്നതാണ്. സോ ദിസ് ഈസ് എ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പെർട്ടിക്കുലർ ഇൻറ്റഗ്രൽ എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഹോമോജീനിയസിൻ്റെ കാറ്റഗറിയിൽ, ഈ കാറ്റഗറിയിൽ വരുമ്പോൾ ഇവിടെ നമ്മുടെ സൊല്യൂഷൻ എന്താണ്? ഇതിലെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ g(x) ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ എന്തെങ്കിലും വന്നാൽ, ഇവിടെ ഫംഗ്ഷൻ ഏതെങ്കിലും ഫംഗ്ഷൻസ് വന്നാൽ, മേ ബി സൈൻ എക്സ് ഓർ ഇ റൈസ് ടു എക്സ് ഓർ എക്സ് റൈസ് ടു 3 എക്സെട്ര, ഏത് ഫംഗ്ഷൻ വന്നാലും സൈൻ എക്സ് വരാം, ടാൻ എക്സ് വരാം, കോസ് എക്സ് വരാം, വാട്ട് എവർ ഫംഗ്ഷൻ ഇസ് ഗിവൺ ദെയർ, യു ഹാവ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ ദ RHS ഓൾസോ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ, നോൺ ഹോമോജീനിയസിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, y ഈക്വൽ ടു കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പെർട്ടിക്കുലർ ഇൻറ്റഗ്രൽ.
Now, next one, ഇവിടെ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഇവിടുത്തെ സൊല്യൂഷൻ ഇവിടെ അതേ ജി ഓഫ് എക്സ് എന്താണ്, വാട്ട് ഇസ് ദ സിറ്റുവേഷൻ ഹിയർ, നമ്മൾ അവിടെ എടുത്തത് ജി ഓഫ് എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു 0. ഇഫ് ദ ജി ഓഫ് എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു 0, ദെൻ ദ സൊല്യൂഷൻ ഇസ് y ഈക്വൽ ടു കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇൻറ്റഗ്രൽ. നൗ ഹിയർ കം ഹിയർ, ഇവിടെ വരുമ്പോൾ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, വിച്ച് മീൻസ് ദാറ്റ് ദർ ഇസ് നോ നീഡ് ഓഫ് 2 കാൽക്കുലേഷൻസ്. ഇതുപോലെ 2 കാൽക്കുലേഷൻ നമുക്ക് വേണ്ട. പകരം ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ക്യാൻ കൺസിഡർ y ഈക്വൽ ടു only the complementary function because we are having only one part of the solution. ഇവിടെ നമുക്ക് 2 പാർട്ട് വരുന്നുണ്ട്. ഈ പാർട്ടിന് ഒരു സൊല്യൂഷൻ വേണം, ഈ ഒരു പാർട്ടിന് സൊല്യൂഷൻ വേണം. അങ്ങനെ നമ്മൾ ചേർത്ത് എഴുതുമ്പോൾ, കമ്പൈൻ ചെയ്യുമ്പോൾ വി ഗെറ്റ് y ഈക്വൽ ടു കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇൻറ്റഗ്രൽ. ബട്ട് ഹിയർ ദ സൊല്യൂഷൻ ഇസ് y ഈക്വൽ ടു only the complementary function. Or y is equal to yc is for the solution. ഇവിടുത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു yc പ്ലസ് yp. സോ നൗ ഇനി നമുക്ക് ഇതിൻ്റെ എന്താണ് നമുക്കിവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇനി നമുക്ക് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഹൗ ടു ഫൈൻഡ് എ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ, അത് നമുക്കിവിടെ എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ടു ഫൈൻഡ് the complementary function. So how to find the complementary function? അപ്പോൾ അത് കണ്ടെത്താനായിട്ട് ഫസ്റ്റ് നമ്മുടെ ജനറൽ ഫോം ഓഫ് എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. ജനറൽ ഫോം ഓഫ് എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ജനറൽ ഫോം ഓഫ് എ ലീനിയർ ordinary differential equation is, what is the equation? ജനറൽ ഫോം നമ്മൾ കണ്ടെത്താൻ, അതായത് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കണ്ടെത്താനായിട്ട് ഇവിടെ നമ്മൾ എടുത്തു, ഇവിടെ എന്താണ് ഫസ്റ്റ് ദിസ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ളത് എടുക്കുക. ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഒരു കൺസിഡറേഷൻ തന്നെ എടുക്കുക. ദാറ്റ് മീൻസ് യു ക്യാൻ റീറൈറ്റ് ആസ് എ നോട്ട് ഇൻറ്റു d raised to ny by dx raised to n plus a1 into d raised to n minus 1y by dx raised to n minus 1 plus etc. plus an into d raised to an into y is equal to g of x is equal to എന്താണ് 0. കാരണം ഇവിടെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ, ഇവിടുത്തെ ഇക്വേഷൻസ് എല്ലാം എങ്ങനെയായിരിക്കും, ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ജനറൽ ഫോം ഈക്വൽ ടു 0, ഈ ജനറൽ ഫോം എപ്പോഴും ഈക്വൽ ടു 0 എന്ന് എടുത്തിട്ടാണ് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നൗ ഹിയർ ഇതിൻ്റെ സൊല്യൂഷൻ, സപ്പോസ് ഇത് ഈക്വൽ ടു some function means the solution is y equal to complementary function plus particular integral. In this, let me give, ഇനി എല്ലാ പ്രാവശ്യവും നമുക്ക് ഇങ്ങനത്തെ ഒരു കാൽക്കുലേഷൻ കൊടുക്കാണ്ട് ഇതിന് നമുക്കൊരു ഷോർട്ട് ഫോം കൊടുക്കാം. ലെറ്റ് us take first, let d is equal to d by dx. Let us consider d equal to d by dx. That means d into y is equal to dy by dx. ഇങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ d square is equal to d square by dx square. d is equivalent to the derivative is given a notation d by dx. So d square is equivalent to d square by dx square. എങ്കിൽ രണ്ട് സൈഡ് ഒരു y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ d square into y is equal to d square y by dx square. Similarly, d raised to 3 എന്താണ്, d raised to 3 is equivalent to d cube by dx cube. Now that means you can rewrite this as d cube into y is equal to d cube y by dx cube പ്ലസ് എക്സെട്ര അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? ദാറ്റ് മീൻസ് ഇതിൽ ഒരു കാര്യം ഓർക്കുക, a0, a1, a2 എക്സെട്ര an എന്ന് പറയുന്നത് സംടൈംസ് അത് കോൺസ്റ്റൻ്റ് ആയിരിക്കാം. ചിലപ്പോൾ നമ്പേഴ്സ് 3, 2, 1 അങ്ങനത്തെ നമ്പേഴ്സ് ആയിരിക്കാം. സംടൈംസ് അത് ഫങ്ഷൻസ് ആയിരിക്കാം. എക്സ് ആവാം, എക്സ് സ്ക്വയർ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ എക്സ് സ്ക്വയർ വരാമോ എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് വരുന്നുണ്ട്. കാരണം അവിടെ നമ്മൾ ലീനിയറിന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, അതിലെ ഡിപ്പെൻഡിങ് വേരിയബിൾ എന്തായിരിക്കണം, പവർ 0യോ 1ഓ ആയിരിക്കണം. നമ്മൾ ഇവിടുത്തെ ഡിപ്പെൻഡിങ് വേരിയബിൾ എന്ന് പറയുന്നത് ഏതാണ്, വൈ.
വൈയുടെ പവർ എന്തായിരിക്കണം? 1 or 0 ആയിരിക്കും. എക്സിനെ കുറിച്ച് പറയുന്നില്ല. എക്സ് ക്യാൻ ബി ഓഫ് ദ പവേഴ്സ് ഓഫ് എക്സ് ഓർ എക്സ് സ്ക്വയർ ഓർ എക്സ് ക്യൂബ്, വാട്ട് എവർ ഇറ്റ് ഈസ് യു ക്യാൻ കൺസിഡർ ഹിയർ ബിക്കോസ് എക്സ് ഇസ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. നൗ ഇതിന് ഈ ഇക്വേഷൻ ഒന്ന് റീപ്ലേസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത്? എ നോട്ട് ഇൻറ്റു ഇതിന് പകരം ഡി റൈസ് ടു എന്നിന് പകരം എന്ത് കൊടുക്കാം നമുക്ക്? ക്യാപിറ്റൽ ഡി റൈസ് ടു എൻ ഇൻറ്റു വൈ പ്ലസ് എ വൺ ഇൻറ്റു ക്യാപിറ്റൽ ഡി റൈസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു വൈ പ്ലസ് അടുത്ത ടേം എ ടു ഇൻറ്റു ഡി റൈസ് ടു എൻ മൈനസ് ടു ഇൻറ്റു വൈ plus etc plus an into y is equal to 0. Now see here in this all there is a y which is common. Take it outside. So y common ആയിട്ട് എടുക്കുമ്പോൾ a naught into d raised to n plus a1 into d raised to n minus 1 plus a2 into d raised to n minus 2 plus etc plus an into y is equal to 0. This is the equation. Let me take this to be, ഇതിനെ നമുക്ക് assume ചെയ്യാം. Let us assume that this is equal to some function of d. That means this can be rewritten as f of d into y is equal to 0. നമുക്ക് അങ്ങനെ എഴുതാവുന്നതാണ്. ഇൻ ജനറൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എഫ് ഓഫ് ഡി ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു 0. നൗ നമുക്കിപ്പോൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ നമുക്കിപ്പോൾ കണ്ടെത്തണം അല്ലേ? ടു ഫൈൻഡ് ദ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ. To find the complementary function നമ്മൾ എന്താ ചെയ്യുക? ഇതിലുള്ള ഇക്വേഷൻ, അതായത് ലെറ്റ് എഫ് ഓഫ് ഡി ഇസ് ഈക്വൽ ടു 0. നമ്മളെങ്ങനെ എടുക്കും? ലെറ്റ് എഫ് ഓഫ് ഡി ഇസ് ഈക്വൽ ടു 0. എഫ് ഓഫ് ഡി ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എന്താണ് എടുക്കുന്നത്? എ നോട്ട് ഡി റൈസ് ടു എൻ പ്ലസ് എ വൺ ഡി റൈസ് ടു എൻ മൈനസ് 1 പ്ലസ് എ ടു ഡി റൈസ് ടു എൻ മൈനസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ. ഇതാണ് എഫ് ഓഫ് ഡി. ഇൻറ്റു വൈ അല്ല, എഫ് ഓഫ് ഡി എന്ന് പറയുന്നത് ഇത്രയും മാത്രമാണ്, ഈ ബ്രാക്കറ്റിനകത്ത് വരുന്ന സംഭവം. ദിസ് ഈസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്യണം. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലെങ്കിൽ ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഇതിനെ നമുക്ക് സോൾവ് ചെയ്ത് ഇതിൽ നിന്ന് റൂട്ട്സ് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിലൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ കിട്ടുന്ന ആ ഇക്വേഷൻ്റെ പേരെന്ന് പറയുന്നത് auxiliary equation, or otherwise it is known as the characteristic equation, or otherwise it is known as the characteristic equation. അപ്പോൾ നമുക്ക് ആ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് നോക്കാം. That means let us substitute here. Let d is equal to m എന്ന് കൊടുക്കാം. അപ്പോൾ d സ്ക്വയർ എന്ന് പറയുമ്പോഴോ m സ്ക്വയർ, d ക്യൂബ് എന്ന് പറഞ്ഞാലോ m ക്യൂബ്. അങ്ങനെ d റൈസ് ടു n വരുമ്പോൾ എന്തായിരിക്കും നമ്മൾ ഇട്ട് കൊടുക്കുന്നത്? m റൈസ് ടു n ആയിരിക്കും ഇട്ട് കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ എന്തായിരിക്കും വരുന്നത്? a നോട്ട് ഇൻറ്റു m റൈസ് ടു n പ്ലസ് a വൺ ഇൻറ്റു m റൈസ് ടു n മൈനസ് 1 plus a2 into m raised to n minus 2 plus etc plus ലാസ്റ്റ് നമുക്കിവിടെ ഇവിടെ ലാസ്റ്റ് നമുക്ക് പ്ലസ് എ എൻ ഇസ് ഈക്വൽ ടു 0. ദിസ് ഇക്വേഷൻ ഇസ് നോൺ ആസ് ദ ഓക്സിലറി ഇക്വേഷൻ. ഇതിൻ്റെ പേരെന്താണ്? ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ ഓക്സിലറി ഇക്വേഷൻ, ഓർ അതർവൈസ് ഇറ്റ് ഈസ് നോൺ ആസ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇതിന് വേറൊരു പേരാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇനി നമുക്ക് ഈ ഇക്വേഷനെ നമുക്ക് സോൾവ് ചെയ്യണം. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് നമുക്കിതിൻ്റെ സൊല്യൂഷൻ കിട്ടണം. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? വി ഹാവ് ടു സോൾവ് ദ ഓക്സിലറി ഇക്വേഷൻ. സോൾവിങ് ദ ഓക്സിലറി ഇക്വേഷൻ വി ഗെറ്റ് ദ വാല്യൂസ് ഫോർ, നമുക്കിതിൽ നിന്ന് എന്ത് കിട്ടും? വി ഗെറ്റ് ദ വാല്യൂസ് ഫോർ എം. എമ്മിനുള്ള വാല്യൂസ് നമുക്ക് കിട്ടും. വാല്യൂസ് ഫോർ എം. അപ്പോൾ എമ്മിനുള്ള റൂട്ട്സ് എന്ന് പറയുന്നത്, അതിനെ നമ്മൾ പറയുന്നത് റൂട്ട്സ് എന്നാണ്. അപ്പോൾ നമുക്ക് ആ റൂട്ട്സ് എന്ത് പറയാം? 3 കാറ്റഗറിയിൽ നമുക്ക് ആ റൂട്ട്സ് വരാം. അതായത് ആദ്യത്തെ കാറ്റഗറി സപ്പോസ് എങ്ങനെ വരാം? ഫസ്റ്റ് കാറ്റഗറി നമുക്ക് റൂട്ട്സ് റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. രണ്ടാമത്തെ കാറ്റഗറി റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഈക്വൽ. തേർഡ് കാറ്റഗറി ഇഫ് ദ റൂട്ട്സ് ആർ കോംപ്ലക്സ് നമ്പേഴ്സ്. അങ്ങനെ 3 കാറ്റഗറി ആയിട്ട് നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺസ് മോർ ഐ വിൽ റിപ്പീറ്റ് ദിസ്. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ 2 കാറ്റഗറി വരുന്നുണ്ട്. വൺ ഇസ് ഓർഡിനറി
ordinary differential equation and another one is partial differential equation. Here we are considering linear ordinary differential equation in this module. അപ്പോൾ linear ordinary differential equation means ഏതൊരു ഡെറിവേറ്റീവ് നമ്മൾ കൺസിഡർ ചെയ്താലും അതിൻ്റെ powers of the derivatives and the dependent variables are either 0 or 1 means it is called as linear. So here we are considering or we are dealing with linear ordinary differential equation. Now the linear ordinary differential equations are two categories. One is homogeneous and another one is non-homogeneous. What is homogeneous? If g of x is equal to 0, it is homogeneous. If it is not equal to 0, it is non-homogeneous. Now we have to find the solution. So what is the solution here? Y is equal to complementary function plus particular integral, and that is the solution for non-homogeneous. And for homogeneous, y equal to complementary function. Now to find the complementary function, consider the general form. In this general form, we take it as the coefficient or the function is equal to 0 we are considering here. Now let us take an assumption that d equal to d by dx and d square is equal to d square by dx square. So on substituting in this equation, we get that a naught into d raised to ny plus a1 into d raised to n minus 1 into y, etc. an into y equal to 0. That we are taking y commonly outside. You will get an equation which is f of d. Now to find the complementary function, let us assume that this function is equal to 0. On considering this function to be equal to 0, we get d equal to m. നമുക്ക് ഇങ്ങനെ അസംഷൻ ഇട്ട് കൊടുക്കാം. d equal to m, d square equal to m square, d cube equal to m cube, etc. പ്ലസ് നമുക്ക് d raised to n equal to m raised to n എന്ന് ഇട്ട് കൊടുക്കാം. അന്നേരം നമുക്ക് എന്തായിരിക്കും വരുന്നത്? അതിലെ ഡിഫറൻഷ്യൽ ഒരു ഇക്വേഷൻ നമുക്ക് വരുന്നുണ്ട്. ആ ഇക്വേഷൻ്റെ പേരാണ് ഓക്സിലറി ഇക്വേഷൻ അഥവാ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. എന്നിട്ട് ആ ഇക്വേഷനെ നമുക്ക് സോൾവ് ചെയ്യണം. അതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂസ് ഓഫ് എം ഇവിടെ കിട്ടുന്നുണ്ട്. ദെയർ ആർ 3 ടൈപ്സ് ഓഫ് കാറ്റഗറി, അതായത് 3 കാറ്റഗറിയിൽ നമുക്കിവിടെ സൊല്യൂഷൻസ് വരുന്നുണ്ട്. വൺ ഇസ് ദ റൂട്ട്സ് ആർ, ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്. ഫസ്റ്റ് കാറ്റഗറി നമുക്ക് വരുന്നത് റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇതിൽ തന്നെ റൂട്ട്സ് ആർ റിയൽ ആൻഡ് equal, real and equal. Third category, the roots are complex numbers. They are complex numbers. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ദ കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പോൾ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയുമ്പോൾ സപ്പോസ് എം ഈക്വൽ ടു 1 -1 3 ഇങ്ങനെ തന്നാൽ റൂട്ട്സ് ഡിസ്റ്റിങ്ക്റ്റ് ആണോ? 3ഉം ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് ആണ്. ഇനി എം ഈക്വൽ ടു നമുക്കിപ്പോൾ സപ്പോസ് ഇവിടുത്തെ ആൻസർ 2 2 2 ഇങ്ങനെ വന്നാൽ ഇത് വേണമെങ്കിൽ എക്സെട്ര ഏത് വേണമെങ്കിലും വരാം. ഞാനിവിടെ 3 എണ്ണവേ എടുത്തിട്ടുള്ളൂ, മൂന്ന് എക്സാമ്പിളേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് എം ഈക്വൽ ടു 2,2,2 എന്ന് വരാം. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് അതായത് സപ്പോസ് 1 ± i അല്ലെങ്കിൽ 1 ± 2i ഇങ്ങനെയൊക്കെ എക്സാമ്പിൾസ് വരുവാണെങ്കിൽ, അതായത് ആൽഫ ± i ബീറ്റ എന്ന ഫോർമാറ്റിലാണ് വരുന്നതെങ്കിൽ അത് ഒരു കോംപ്ലക്സ് നമ്പറാണ്. അപ്പോൾ റൂട്ട്സ് റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയുമ്പോൾ 1 -1 3 നെഗറ്റീവ് നമ്പേഴ്സും വരാം, പോസിറ്റീവ് നമ്പേഴ്സും വരാം. അപ്പോൾ ഇങ്ങനത്തെ വരുന്ന ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഇത് ഈക്വൽ കാറ്റഗറി. ഇത് ഈ ടൈപ്പിൽ വന്നാൽ അത് കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പോൾ ഇത് മൂന്നിനും 3 ഫോർമുലയുണ്ട്, 3 സൊല്യൂഷനും 3 ഫോർമുലയുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫോർമുല എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. അതായത് ഫസ്റ്റ് സൊല്യൂഷൻ, ഇപ്പോൾ റൂട്ട്സ് ഫസ്റ്റ് നമ്പർ 1 റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എങ്ങനെ എഴുതാം? ഇഫ് ദ റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്, അതായത് ഇൻ ജനറൽ എം ഈക്വൽ ടു m1 m2 m3 3 റൂട്ട്സ് നമുക്കിവിടെ കിട്ടിയെന്ന് വെച്ചോ. എങ്കിൽ നമ്മുടെ സൊല്യൂഷൻ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എങ്ങനെ എഴുതും? കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ yc ഇസ് ഈക്വൽ ടു ഫോർമുല, ഇതിൻ്റെ ഫോർമുല മാത്രം പറയാം. c1 e raised to m1x പ്ലസ് c2 e raised to m2x പ്ലസ് c3 e raised to m3x എന്ന് നമുക്ക് എഴുതാം. c1 e raised to m1x പ്ലസ് c2 e raised to m2x പ്ലസ് c3 e raised to m3x എക്സെട്രാ. ഇങ്ങനെ ഒരുപാട് റൂട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തെഴുതും? എത്ര എണ്ണം തന്നിട്ടുണ്ടോ അത്രയും ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സിനുള്ളത് ഇങ്ങനെ തന്നെ എഴുതണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാമല്ലോ. അപ്പോഴത്തേന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാം. ദാറ്റ് മീൻസ് ഇഫ് ദ റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഈക്വൽ, ഇഫ് ഇറ്റ് ഈസ് റിയൽ ആൻഡ് ഈക്വൽ
means how will you write the solution? Suppose roots equal ആണ്. അപ്പോൾ 2 2 2 എന്നുള്ളത് m equal to m1 which is equal to m2 which is equal to m3 equal to etc. ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ എങ്ങനെ എഴുതും? ദ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ is equal to yc equal to that is c1 plus c2x plus c3 x square plus etc. into in general e raised to mx. We can write like this: c1 plus c2x plus c3x square plus etc. e raised to m into x, because all the roots are equal. Now third one, we can take it as the roots are complex numbers. If the roots are complex numbers, how can we write this? That means the complementary function is equal to yc equal to, it can be written as e raised to alpha x into c1 cos beta x plus c2 into sin beta x. So e raised to alpha x into c1 cos beta x plus c2 sin beta x. So നമുക്ക് ഇവിടെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കണ്ടെത്താൻ 3 ഫോർമുലാസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്ത് സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്യുക. അതിൽ നിന്ന് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടാനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് d ഈക്വൽ ടു എം, ഡി സ്ക്വയർ ഈക്വൽ ടു എം സ്ക്വയർ, ഡി ക്യൂബ് ഈക്വൽ ടു എം ക്യൂബ് എക്സെട്ര അങ്ങനെ ഇടുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അതിനെ ചിലപ്പോൾ അത് ക്വാഡ്രാറ്റിക് ആയിരിക്കാം, ചിലപ്പോൾ ക്യൂബിക് ആയിരിക്കാം. ചില ഇക്വേഷൻസ് നമുക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും, ചിലത് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യാം, ചിലത് നമുക്ക് എന്താണ് സിന്തറ്റിക് ഡിവിഷൻ മെത്തേഡോ ഏതെങ്കിലും വെച്ചിട്ട് നമ്മൾ റൂട്ട്സ് കണ്ടെത്തണം. അത് സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം ക്വാഡ്രാറ്റിക് ആണെങ്കിൽ നമുക്കറിയാം എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാനാ. എം ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a എന്ന് നമുക്ക് എഴുതാം. ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ 2 റൂട്ട്സ് നമുക്ക് കിട്ടും. 3 എണ്ണമാണെങ്കിൽ 3 റൂട്ട്സ്. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എടുത്തതിന് ശേഷം 3 എണ്ണമാണെങ്കിൽ നമുക്ക് ഇതിൽ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല, 2 റൂട്ട് ഇതിലെടുക്കാം, ബാക്കി ഒരെണ്ണം നമ്മൾ അല്ലാതെ സിന്തറ്റിക് ഡിവിഷൻ മെത്തേഡിൽ സോൾവ് ചെയ്തെടുക്കാം. അതല്ല കാൽക്കുലേറ്ററിൽ കൊടുത്താൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അതങ്ങനെ സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ 3 റൂട്ട്സ് വരുന്നുണ്ട്. അത് ഈ 3 ഏതെങ്കിലും ഒരു ഫോർമുലയിൽ ഇടേണ്ടി വരും. അപ്പം ഈ കാറ്റഗറിയിലാണെങ്കിൽ, ഫസ്റ്റ് കാറ്റഗറി ആണെങ്കിൽ ഈ ഫോർമുല ഇടുക, സെക്കൻഡ് കാറ്റഗറി ആണെങ്കിൽ ഈ ഫോർമുല ഇടുക, തേർഡ് കാറ്റഗറി ആണെങ്കിൽ ഈ ഫോർമുലയിൽ ഇടുക. അങ്ങനെ നമുക്ക് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കണ്ടെത്താൻ പറ്റും. ബട്ട് അത് മാത്രമല്ല, നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താനായിട്ട് ഇതിൽ തന്നെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടെത്താൻ എന്ത് ചെയ്യണം? അതിന് വേറെ പല മെത്തഡോളജീസും ഉണ്ട്. ഓരോന്നിനും ഓരോ മെത്തേഡും ഉണ്ട്. അപ്പോൾ ഓരോ മെത്തേഡ് അനുസരിച്ച് നമുക്ക് പ്രോബ്ലംസ് ഇനി വരും വീഡിയോസിൽ നമുക്ക് ചെയ്യാം. സോ ഹോപ്പ് യു കുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് വീഡിയോ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ഗിവ് മീ എ മെസ്സേജ്. താങ്ക് യു.